എല്ലാവർക്കും സ്റ്റഡി ട്രാവൽസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ഫിസിക്സിൻ്റെ 3ാമത്തെ ചാപ്റ്ററായ ലോസ് ഓഫ് മോഷൻ എന്ന പാഠഭാഗമാണ്. മോഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ചലനം, അനക്കം, മൂവ് എന്നൊക്കെ പറയും. അതാണ് മോഷൻ എന്ന് പറയുന്നത്. ഒരു വസ്തുവിലേക്ക് മോഷൻ അല്ലെങ്കിൽ ചലനം കൊണ്ടുവരുന്നത് ആരാണ്? ഫോഴ്സാണ് ചലനം കൊണ്ടുവരുന്നത്. ഒരു ഒബ്ജക്റ്റിന് ചലനം ഉണ്ടാകണമെങ്കിൽ അതിന് ഫോഴ്സ് ഉപയോഗിക്കണം. എങ്ങനെയൊക്കെ ഫോഴ്സ് കൊണ്ടുവരാം? റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ ചലിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? ഫോഴ്സ് വേണം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഒരു വസ്തുവിനെ സ്റ്റോപ്പ് ചെയ്യിക്കണമെങ്കിൽ എന്ത് വേണം? അതായത് റെസ്റ്റിലേക്ക് കൊണ്ടുപോകണം, സ്റ്റോപ്പ് ചെയ്യണം. അതിനെന്ത് ചെയ്യണം? ഫോഴ്സ് ഉപയോഗിക്കണം. പിന്നെ എന്തെങ്കിലും ഒരു വസ്തുവിൻ്റെ ഷേപ്പ് മാറ്റിയാലോ അതിനെന്താണ്? നമ്മളൊരു ഫോഴ്സ് ഉപയോഗിക്കുന്നു. അതോടൊപ്പം തന്നെ ഫോഴ്സിന് എന്ത് വേണം? ഒരു ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ കഴിയും. ഫോഴ്സ് എന്താണ്? ഇതെല്ലാം നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. 8ാം ക്ലാസ് മുതൽ നിങ്ങൾ പഠിക്കുന്നതാണ് ഇതിനെപ്പറ്റി. ഈ ഫോഴ്സ് എന്ത് ക്വാണ്ടിറ്റി ആണെന്നാണ് പഠിച്ചിരിക്കുന്നത്? വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. വെക്റ്റർ ക്വാണ്ടിറ്റി ആകുന്നതിന് കാരണം എന്താ? അതിനൊരു ഡയറക്ഷനെ, ഫോഴ്സ് എന്ന് പറയുന്നത് ദിശ അഥവാ ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമാണ്. ഇനി നമുക്ക് പാഠഭാഗം നോക്കാം. അതിൻ്റെ അകത്ത് ആദ്യം തന്നെ കുറച്ച് ആക്ടിവിറ്റീസാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ചലനവുമായി ബന്ധപ്പെട്ട ചില സന്ദർഭങ്ങളൊക്കെയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അതിന് ശേഷം അതിൻ്റെ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. ഒരു ചെറുക്കൻ കൊച്ച് അവിടെ നിന്ന് ബോൾ ക്യാച്ച് ചെയ്യുന്ന കണ്ടോ? അതെന്താ? കൈ അങ്ങനെ പുറകോട്ട് കൊണ്ടുവന്ന് എന്തുകൊണ്ടാണ്? കൈയിലേക്കുള്ള ഇമ്പാക്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവനങ്ങനെ കൈ പുറകോട്ട് കൊണ്ടുവന്നത്. ക്രിക്കറ്റ് കളിക്കുന്നത് നിങ്ങൾക്കൊക്കെ അതറിയാമായിരിക്കുമല്ലോ. അതിനുശേഷം താഴെ കുറച്ച് പെൺകുട്ടികൾ വടം വലിക്കുന്നുണ്ട്. തഗ് ഓഫ് വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടംവലി എന്നാണ്. അവർ വടം വലിക്കുമ്പോൾ ശ്രദ്ധിച്ചോ, ആരുടെ സൈഡിലേക്കാണ് കൂടുതൽ വടം പോയിരിക്കുന്നത്? പെൺകുട്ടികളുടെ സൈഡിലേക്ക് റോപ്പ് കുറച്ച് കൂടുതൽ പോയിട്ടുണ്ട്. അതിന് കാരണം എന്താ? പെൺകുട്ടികളാണ് കൂടുതൽ ഫോഴ്സ് ഉപയോഗിച്ചത്. ആൺകുട്ടികൾ ഉപയോഗിച്ചതിനേക്കഴിഞ്ഞും കൂടുതൽ ഫോഴ്സ് പെൺകുട്ടികളാണ് ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് റോപ്പ് അവരുടെ സൈഡിലേക്ക് നീങ്ങിയത്. ഈസ് ദി ഫോഴ്സ് ഈസ് അപ്ലൈഡ് ബൈ ബോത്ത് ടീംസ് ദ സെയിം ആണോ അവർ ഉപയോഗിച്ചത്? അല്ല. സെയിം ആയിരുന്നെങ്കിൽ പെൺകുട്ടികളുടെ സൈഡിലേക്ക് പോവില്ലല്ലോ. വിച്ച് ടീം അപ്ലൈഡ് മോർ ഫോഴ്സ്? ആരാണ് കൂടുതലും ഫോഴ്സ് ഉപയോഗിച്ചത്? പെൺകുട്ടികളാണ്. F1 എന്ന് കാണിച്ചിരിക്കുന്ന പെൺകുട്ടികളുടെ സൈഡിലേക്കാണ്. നെക്സ്റ്റ് പേജിലേക്ക് നോക്കാം. നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ ഫോഴ്സിന് ഡയറക്ഷൻ ആവശ്യമുണ്ട്. അപ്പോൾ ഡയറക്ഷൻ വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്നും അതിന് ഡയറക്ഷൻ ആവശ്യമാണെന്നും നമ്മൾ പറഞ്ഞിരുന്നു. അതാണ് അടുത്ത പേജിൽ പറഞ്ഞിരിക്കുന്നത്. ഡയറക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ എന്ത് വേണം? ഈ ഫോഴ്സിനെ പർട്ടിക്കുലർ ഡയറക്ഷൻ ഈസ് കൺസിഡറേഡ് ആസ് പോസിറ്റീവ്. ദ ഫോഴ്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഈസ് നെഗറ്റീവ്. വെക്റ്റർ ക്വാണ്ടിറ്റിയിലായതുകൊണ്ട് എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? അതായത് നിശ്ചിത ദിശയിലുള്ള ഫോഴ്സിനെ പോസിറ്റീവ് എന്ന് പരിഗണിച്ചാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഫോഴ്സിനെ എന്തായിട്ട് കാണണം? നെഗറ്റീവായിട്ട് എടുക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ എന്താണെന്ന്? അതായത് ഈ ഒരു ഒബ്ജക്റ്റിലേക്ക് രണ്ട് സൈഡിൽ നിന്നും ഫോഴ്സ് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഈ സൈഡിനെ പോസിറ്റീവായിട്ട് എടുത്താൽ ഈ സൈഡിനെ നെഗറ്റീവായിട്ട് എടുക്കണം എന്നാണ് ഇവിടെ പറഞ്ഞത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഏത് ഒബ്ജക്റ്റിലേക്ക് ഫോഴ്സ് ഉപയോഗിച്ചാലും അതിന് രണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ നെഗറ്റീവ് ആണെങ്കിൽ അടുത്ത സൈഡിൽ എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത് നോക്കാം. അടുത്ത റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. വെൻ മോർ ദാൻ വൺ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ ആൻ ഒബ്ജക്റ്റ് അറ്റ് ദ same time the sum of the forces acting on the object will be the effective force or resultant force എന്ന് പറയുന്നു. എന്താണ്? ഒരു വസ്തുവിലേക്ക് മോർ ദാൻ വൺ ഫോഴ്സ്, ഒന്നിലധികം ഫോഴ്സ് എപ്പോഴാണ്? അറ്റ് ദ സെയിം ടൈം, ഒരേ സമയത്ത് ഒന്നിലധികം ഫോഴ്സ് ഒരു ഒബ്ജക്റ്റിലേക്ക് പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ സമ്മിനെയാണ് എന്ത് പറയുന്നത്? റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് താഴെ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, അത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം. ഈ ഒബ്ജക്റ്റിലേക്ക് ഇവിടെ നിന്നും ഫോഴ്സ് വരികയാണ്. ഈ സൈഡിൽ പോസിറ്റീവായിട്ട് എടുത്താൽ ഈ സൈഡിൽ എന്തായിട്ട് എടുക്കണം? നെഗറ്റീവായിട്ട് എടുക്കണം. ഇപ്പോൾ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന 150 ന്യൂട്ടൺ ആണ് ഈ സൈഡിൽ പ്രയോഗിക്കുന്ന ഫോഴ്സ്. ഈ സൈഡിൽ എത്രയാണ്? 100 ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് റിസൾട്ടൻറ്റ് ഫോഴ്സാക്കി മാറ്റുമെന്ന് നമുക്ക് നോക്കാം. ഇത് രണ്ടിനെയും കൂടെ നമുക്ക് പ്ലസ് ചെയ്യണം, കൂട്ടണം. എങ്ങനെ കൂട്ടാം? 150
പ്ലസ് മൈനസ് അല്ലേ, -100 അല്ലേ, അപ്പോൾ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് -100, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, -100. മൈനസും പ്ലസും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ എന്താകും? മൈനസ് ആകും. അപ്പോൾ എന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്? 150 -100, 100 50, 150 പോയല്ലേ, 150 100 പോയ എത്രയാണ്? 50. അപ്പോൾ ഇവിടെ പ്രയോഗിക്കുന്ന ന്യൂട്ടൺ ബലം എത്രയാണ്? 50 ന്യൂട്ടൺ. ഈ 50 ന്യൂട്ടണിനെയാണ് എന്ത് പറയുന്നത്? റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഇതൊരു വടംവലി മത്സരമാണെന്ന് വിചാരിക്കുക. ഈ ഒബ്ജക്റ്റ് ഒരു വടമാണ്. അപ്പോൾ ഈ സൈഡിൽ നിൽക്കുന്ന ഗേൾസും ഈ സൈഡിൽ നിൽക്കുന്ന ബോയ്സും പ്രയോഗിക്കുന്ന ബലമാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ഗേൾസ് എത്രയാണ് ഉപയോഗിച്ചിരിക്കുന്നത്? 150 ന്യൂട്ടനാണ്. ബോയ്സ് എത്രയാണ് ഉപയോഗിച്ചിരിക്കുന്നത്? 100 ന്യൂട്ടനാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ പഠിച്ചു, ഡയറക്ഷൻ ഉള്ളപ്പം ഒരു സൈഡ് പോസിറ്റീവും ഒരു സൈഡ് നെഗറ്റീവുമായിട്ട് എടുക്കണമെന്ന് പറഞ്ഞു, വെക്റ്റർ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട്. അപ്പോൾ ഈ സൈഡിൽ പോസിറ്റീവായി, ഈ സൈഡിൽ ഇവിടെ പോസിറ്റീവായി, ഈ സൈഡിൽ നെഗറ്റീവുമായി. ഇനി എന്ത് ചെയ്യണം? ഇതിൻ്റെ റിസൾട്ടൻ്റ് ഫോഴ്സ് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? 150യിൽ നിന്നും 100 മൈനസ് ചെയ്തു. അപ്പോൾ എത്ര കിട്ടി? 50 കിട്ടി. അതാണ് ഈ റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് ഈ ആൺകുട്ടികളെ കഴിഞ്ഞ് 50 ഫോഴ്സ് പെൺകുട്ടികൾ കൂടുതൽ ഉപയോഗിച്ചു. അപ്പോൾ റോപ്പ് എങ്ങോട്ട് നീങ്ങി? ഈ സൈഡിലേക്ക്, ഗേൾസിൻ്റെ സൈഡിലേക്ക് നീങ്ങി. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ താഴെ തന്നെ കുറച്ച് ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം റിസൾട്ടൻ്റ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ നെക്സ്റ്റ് പേജിൽ അത് കോളം ഫില്ല് ചെയ്യാനും എഴുതിയിട്ടുണ്ട്. ആദ്യം എത്രയാണെന്ന് നോക്കിയേ. ആദ്യത്തേൻ്റെ അകത്ത് ഒരു ചെറുക്കൻ കൊച്ചും ഒരു പെൺകൊച്ചും ഒരു ചെറുക്കൻ കൊച്ചും കൂടെ നിന്ന് മേശ തള്ളി നീക്കുകയാണ്. അവരുപയോഗിക്കുന്ന ഫോഴ്സ് എത്രയാണ്? 150 ന്യൂട്ടനാണ്. അപ്പോൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 150 മൈനസ് എത്രയാണ്? ഫ്രിക്ഷൻ എത്രയാണ്? 0. അപ്പോൾ 150 മൈനസ് 0 എത്രയാണ് വരുന്നത്? 150. അപ്പോൾ ഇവരുപയോഗിക്കുന്ന റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 150 ന്യൂട്ടനാണ് ഇവരുപയോഗിക്കുന്ന റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോക്കാം. ഇവർ രണ്ട് സൈഡിൽ നിന്നും പ്രയോഗിക്കുന്നുണ്ട് ഫോഴ്സ് എത്രയാണ്? 150 ന്യൂട്ടൺ തന്നെയാണ് രണ്ട് സൈഡിൽ നിന്നും ഇവർ പ്രയോഗിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന? 150 മൈനസ് 150 എത്രയാണ്? 0. അപ്പോൾ ഇവിടുത്തെ റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 0 ശ്രദ്ധിക്കുക, ഒരേ ഫോഴ്സാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 0 ഇതിൻ്റെ റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് നോക്കാം. ഇവർ രണ്ട് സൈഡിൽ നിന്നും മേശയിലേക്ക് ഫോഴ്സ് ചെലുത്തുന്നുണ്ട്. പക്ഷേ എന്താണ്? ഈ സൈഡിൽ നിൽക്കുന്ന കുട്ടികൾ ബലം കുറവാണ്, അവർക്ക് 120 ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 150 മൈനസ് 120 എത്രയാണ് കിട്ടുക? 30. അപ്പോൾ ഇവർ ഉപയോഗിക്കുന്നത് എത്രയാണ്? 30 ന്യൂട്ടൺ. ആര് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്? ഇവർ. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? 30 ന്യൂട്ടനാണ്. ഇനി ഇവിടെ ഈ ചേട്ടൻ എന്ത് ചെയ്യുക? വലിച്ചുകൊണ്ട് പോവുകയാണല്ലേ. അപ്പോൾ ഈ ചേട്ടൻ ഉപയോഗിക്കുന്നത് എത്ര ന്യൂട്ടനാണ്? 300 ന്യൂട്ടനാണ്. ഈ ടയറിൻ്റെ ഫ്രിക്ഷനെ ഓവർകം ചെയ്യാൻ പറ്റുമോ? പറ്റുമല്ലേ. അപ്പോൾ ഇത് 300 മൈനസ് 0 എത്രയാണ് വരിക? 300 ന്യൂട്ടൺ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 300 ന്യൂട്ടനാണ്. ഇവരെത്രയാണ് ഉപയോഗിക്കുന്നത്? 200 ന്യൂട്ടനാണ്. അപ്പോൾ ഇവിടെ 200 മൈനസ് 0 ഈസ് ഈക്വൽ ടു 200 ന്യൂട്ടൺ. അപ്പോൾ ഇവിടുത്തെ റിസൾട്ടൻ്റ് ഫോഴ്സ് എത്രയാണ്? 200 ന്യൂട്ടനാണ്.
ഇവിടെ ഇവർ രണ്ടുപേരും തുല്യ ശക്തരാണ്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇവർ രണ്ടുപേരും 200 ന്യൂട്ടൺ വീതമാണ്. അപ്പോൾ 200 - 200 എത്രയാണ്? 0 ന്യൂട്ടൺ ആണ്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. നെക്സ്റ്റ് പേജിൽ പറഞ്ഞിരിക്കുന്നത് നമ്മളിപ്പം ചെയ്ത ആക്ടിവിറ്റി അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അതിൻ്റെ അത് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഇൻ വിച്ച് ഓഫ് ദിസ് സിറ്റുവേഷൻ ഈസ് ദി റിസൾട്ടൻ്റ് ഫോഴ്സ് ഈസ് 0? ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് റിസൾട്ടൻ്റ് ഫോഴ്സ് 0 ആയത്? ഫിഗർ 2-ലും ഫിഗർ 6-ലുമാണ് 0 വന്നിരിക്കുന്നത്. വിച്ച് ആർ ദി സിറ്റുവേഷൻ വേർ ദി റിസൾട്ടൻ്റ് ഫോഴ്സ് ഇൻ നോട്ട് 0 അല്ലാതെ വന്നിരിക്കുന്നത് ഏതൊക്കെയാണ്? ഫിഗർ 1, 3, 4, 5. വിച്ച് ആർ ദീസ് സിറ്റുവേഷൻസ് വെയർ ദെയർ ഈസ് നോ മോഷൻ? ഇവിടെ ചലനം ഉണ്ടാകാത്തത് ഏതൊക്കെ സ്ഥലത്താണ്? 0 ആയിരിക്കുമ്പോൾ ചലനം ഉണ്ടാവുമോ? ഇല്ല. അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഏത് ഫിഗറിലാണ് അത് വന്നിരിക്കുന്നത്? ഫിഗർ നമ്പർ 2-ലും 6-ലും. കാരണം അത് രണ്ടിൻ്റെയും റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആണ്. ഇനി നമ്മുടെ ഫോഴ്സിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുകയാണ്. ബാലൻസ്ഡ് ഫോഴ്സും അൺബാലൻസ്ഡ് ഫോഴ്സും. അതെന്താണെന്ന് നോക്കാം. ദ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി ആർ സേഡ് ടു ബി ബാലൻസ്ഡ് ഫോഴ്സ്. ദ റിസൾട്ടൻ്റ് ഫോഴ്സ് ഈസ് 0. ഈ റിസൾട്ടൻ്റ് ഫോഴ്സ് 0 ആകുമ്പോൾ അതെന്തായിരിക്കും? ബാലൻസ്ഡ് ഫോഴ്സ് ആയിരിക്കും. ആ സമയത്ത് എന്ത് ചെയ്യും? ഒബ്ജക്റ്റ് നീങ്ങുമോ? ഇല്ല. അതിന് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുകയോ സ്പീഡിൽ മാറ്റം വരികയോ എന്തെങ്കിലും ചെയ്യുമോ? ഇല്ല. അതായത് ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന റിസൾട്ടൻ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി ആർ സേഡ് ടു ബി ബാലൻസ്ഡ് ഫോഴ്സ് ഇഫ് ദ റിസൾട്ടൻ്റ് ഫോഴ്സ് ഈസ് 0 ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പം ചെയ്ത ഫിഗറിൻ്റെ അകത്ത് കണ്ടല്ലോ, 0 വന്നേക്കുന്നത് എത്ര എണ്ണത്തിൻ്റെ അകത്തുണ്ട്? 2 എണ്ണത്തിൻ്റെ അകത്ത്. ഫിഗർ 2-ഉം ഫിഗർ 6-ൻ്റെ അകത്ത് 0 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെന്താണ്? ബാലൻസ്ഡ് ഫോഴ്സാണ്. ബാലൻസ്ഡ് ഫോഴ്സിൽ വസ്തുക്കൾക്ക് മാറ്റം സംഭവിക്കുകയില്ല, ചലിക്കുകയില്ല, ഡയറക്ഷൻ മാറത്തില്ല, അതിന് സ്പീഡ് കൂടുകയോ ഒന്നും ചെയ്യില്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? അൺബാലൻസ്ഡ് ഫോഴ്സ്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ല അൺബാലൻസ്ഡ് ഫോഴ്സ് എന്തായിരിക്കും? നോട്ട് 0. അതിൻ്റെ റിസൾട്ടൻ്റ് ഫോഴ്സ് 0 ആയിരിക്കില്ല. അതിനെന്തെങ്കിലും ഒരു വാല്യൂ കാണും. ഫോഴ്സ് ആക്ടിങ് ഓൺ ബോഡി ആർ സേഡ് ടു ബി അൺബാലൻസ്ഡ് ഫോഴ്സ് ഇഫ് ദി റിസൾട്ടൻ്റ് ഫോഴ്സ് ഈസ് നോട്ട് 0. അത് 0 ആയിരിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യും? ആ ഒബ്ജക്റ്റിന് എന്ത് ചെയ്യും? അതിന് മൂവ് ചെയ്യാൻ കഴിയും, അതിന് സ്പീഡ് കൂട്ടാം, അതിന് ഡയറക്ഷൻ മാറ്റാം, എല്ലാം ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഫോഴ്സ് ഏതാണ്? അൺബാലൻസ്ഡ് ഫോഴ്സാണ്. ഇപ്പം നമ്മൾ ആദ്യത്തെ പേജിൽ നമ്മൾ കണ്ടിരുന്നു ഈ പെൺകുട്ടികളെ വടം വലിക്കുന്നത് കണ്ടിരുന്നു. അപ്പോൾ പെൺകുട്ടികളുടെ ഫോഴ്സ് കൂടുതലായിരുന്നുകൊണ്ട് വടം അങ്ങോട്ട് നീങ്ങി. അത് ബാലൻസ്ഡ് ഫോഴ്സ് ആണോ അൺബാലൻസ്ഡ് ഫോഴ്സ് ആയിരിക്കുമോ? അൺബാലൻസ്ഡ് ഫോഴ്സാണ്. എന്താ കാരണം? അവരിപ്പോൾ 100 പെൺകുട്ടികൾ 150 ന്യൂട്ടണും ആൺകുട്ടികൾ 100 ന്യൂട്ടണുമാണ് നമ്മൾ മുമ്പ് കണക്ക് ചെയ്ത് നോക്കിയില്ലായിരുന്നോ? അങ്ങനെയാണെങ്കിൽ അതിന് മൈനസ് ചെയ്യുന്ന സമയത്ത് ഒരു 15 ന്യൂട്ടൺ റിസൾട്ടൻ്റ് ഫോഴ്സായിട്ട് നമ്മൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അതെന്താണ്? അൺബാലൻസ്ഡ് ഫോഴ്സ് ആയിരിക്കും. ബാലൻസ്ഡും ബാലൻസ്ഡ് ഫോഴ്സ് ബാലൻസ്ഡ് ഫോഴ്സ് എന്താണെന്ന് മനസ്സിലായല്ലോ. വളരെ സിമ്പിളാണ്. ഒരു വസ്തുവിനെ ചലിപ്പിക്കാൻ കഴിയുന്നത് ആർക്കാണ്? അൺബാലൻസ്ഡ് ഫോഴ്സിനാണ് ഒരു വസ്തുവിനെ ചലിപ്പിക്കാൻ കഴിയുന്നത്. അത് മനസ്സിൽ ഓർത്തിരിക്കുക കേട്ടോ. അടുത്തതായിട്ട് നിങ്ങളോടൊരു ആക്ടിവിറ്റി ചെയ്തു നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പറഞ്ഞേക്കുന്നത്? ഒരു 1.2 മീറ്റർ നീളവും 10 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു പലകയിൽ 2 അഗ്രങ്ങളിലും ഓരോ കപ്പി ഉറപ്പിച്ചിട്ട് ഒരു മേശപ്പുറത്ത് കൊണ്ടുപോയി വെക്കുക. മേശയുടെ മിഡിൽ ഭാഗത്ത് ഒരു ടോയ് കാറും കൊണ്ടുപോയി വെക്കുക. പലകയുടെ 2 സൈഡിൽ നിന്നും ചരട് ബന്ധിപ്പിച്ച് അതിലേക്ക് ഈക്വൽ മാസുള്ള പാൻ ഹാങ് ചെയ്ത് എന്നിട്ട് 2 പാനിൽ 200 ഗ്രാം വീതമുള്ള വെയിറ്റുകൾ ഇട്ട് വെക്കാനാണ് പറഞ്ഞത്. അതായത് ഈ ടോയ് കാറിൻ്റെ 2 സൈഡിലും കണ്ടോ പാൻ വെച്ചേക്കുന്നത്, അതിൻ്റെ അകത്ത് 200 വീതം ഇടാനാണ് പറഞ്ഞത്. 2 സൈഡിൽ 200 ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമോ? അതിന് തുല്യ ശക്തിയാകുമ്പം 200 കൂടെ മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും? 0 ആയിരിക്കും. അപ്പോൾ അത് ബാലൻസ്ഡ് ഫോഴ്സാണ്. അത് ചലിക്കുമോ? ഇല്ല. അടുത്ത പേജിൽ നിങ്ങൾ ചെയ്ത ആക്ടിവിറ്റിയിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളങ്ങനെ ചെയ്യുന്ന സമയത്ത് രണ്ടിലും 200 വീതം ഇടുന്ന സമയത്ത്
ടോയ് കാർ മൂവ് ചെയ്യുമോ? ഇല്ല. കാരണം എന്താണ്? അത് ബാലൻസ്ഡ് ഫോഴ്സാണ്. അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ടൻറ്റ് ഫോഴ്സ് എത്രയായിരിക്കും? 0 ആയിരിക്കും. ആർ ദിസ് ഫോഴ്സ് ഈസ് ബാലൻസ്ഡ് ഓർ അൺബാലൻസ്ഡ്? എന്താണ്? ബാലൻസ്ഡ് ആണ്. ഇനി ആഡ് 50 gram മോർ എനി വൺ ഓഫ് ദി പാൻ. ഏതെങ്കിലും ഈ 200 ഇട്ട രണ്ട് സൈഡിലും 200 ആണല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഒരു 50 കൂടി ഇടുക. അപ്പോൾ അവിടെ എത്രയായി? 250 ആയി. അപ്പോൾ അത് എന്തായി മാറും? അൺബാലൻസ്ഡ്. അതിനൊരു റിസൾട്ടൻറ്റ് ഫോഴ്സ് നമുക്ക് കിട്ടും. ഒരു സൈഡ് 200ഉം ഒരു സൈഡ് 250 ആണല്ലോ. അപ്പോൾ അതെന്ത് ചെയ്യും? അൺബാലൻസ്ഡ് ഫോഴ്സായിട്ട് മാറും. അൺബാലൻസ്ഡ് ഫോഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യുമെന്നാണ് നമ്മളിപ്പോൾ പഠിച്ചത്? മൂവ് ചെയ്യും. അപ്പോൾ എന്താണ് ഈ 50 gram കൂടി ഇടുമ്പോൾ എന്ത് ചെയ്യും? കാറ് മൂവ് ചെയ്യാൻ തുടങ്ങും. അടുത്ത് ചോദിച്ചിരിക്കുന്നത് അത് ഏത് ഫോഴ്സ് ബാലൻസ്ഡ് അൺബാലൻസ്ഡ് ആണോ ബാലൻസ്ഡ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചലിക്കുന്നതെല്ലാം അൺബാലൻസ്ഡ് ആണ്. വെൻ ദ ടോയ് കാർ ഈസ് മൂവിങ് ഈസ് ദി 50 gram മോർ ആഡഡ് ടു ദ പാൻ ഓഫ് ദി ഡയറക്ഷൻ. ഒരു 50 gram കൂടി ഇടാൻ പറഞ്ഞു. അപ്പോൾ അവിടെ എത്രയായി? 300 ആകും. ഒരു സൈഡിൽ 300ഉം ഒരു സൈഡിൽ 200ഉം ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? 50 ഇട്ടപ്പോൾ തന്നെ അത് മൂവ് ചെയ്താൻ തുടങ്ങിയിരുന്നു. അപ്പോൾ 50 കൂടി ഇട്ട് കഴിഞ്ഞ് 300 gram ആകുമ്പോഴത്തേക്കും അതെന്ത് ചെയ്യും? കാർ മൂവ് ഫാസ്റ്റർ ഇൻ ദി സെയിം ഡയറക്ഷൻ. പോയിക്കൊണ്ടിരുന്ന ഡയറക്ഷനിൽ തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടെ സ്പീഡ് കൂടും. വെൻ ദ കാർ ഈസ് മൂവിങ് ദ മാസ് 200 gram മോർ ദാൻ ആഡഡ് ദ പാൻ അറ്റാച്ച്ഡ് സ്ട്രിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദി മോഷൻ. അതെന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇപ്പം നമ്മൾ ഇട്ടിരിക്കുന്ന സൈഡിൽ എത്രയുണ്ട്? 300 gram വരെ ആയി. ഇനി 200 ആയി കിടക്കുന്ന മറ്റേ സൈഡിൽ ഓപ്പോസിറ്റ് സൈഡ് ഒന്നും ചേർക്കാത്ത അവിടേക്ക് ഒരു 200 ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ എത്രയായി? 200 + 200 എത്രയായി? 400 ആയി. 400 ആകുമ്പോൾ എന്ത് പറ്റും? ഇത്രയും നേരം ഓടിക്കൊണ്ടിരുന്ന കാറ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. കാരണം അവിടെയാണ് റിസൾട്ടൻറ്റ് ഫോഴ്സ് കൂടുതലുള്ളത്. അപ്പോൾ അങ്ങോട്ട് മൂവ് ചെയ്യും. കാർ മൂവ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ അതെന്ത് തന്നെയാണ്? അൺബാലൻസ്ഡ് ഫോഴ്സ് ഒളിക്കാൻ മൂവിഡ്. ഇപ്പം അൺബാലൻസ്ഡ് ഫോഴ്സ് ആണെങ്കിൽ മാത്രമല്ലേ അത് ചലിക്കാൻ കഴിയുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വെൻ ഡസ് ദ സ്പീഡ് ഓഫ് ദി കാർ ഇൻക്രീസ്? എപ്പോഴാണ് ഇൻക്രീസ് ആയത്? വെൻ ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി റിസൾട്ടൻറ്റ് ഫോഴ്സ് ഈസ് ഇൻക്രീസ്. റിസൾട്ടൻറ്റ് ഫോഴ്സിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് സ്പീഡ് കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ കൊടുത്ത ഫോഴ്സ് എവിടെ നിന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻസൈഡിൽ നിന്നാണോ ഔട്ട് സൈഡിൽ നിന്നാണോ? നമ്മൾ പുറമേ നിട്ട് കൊടുക്കുമല്ലായിരുന്നോ? അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്തതായി പറഞ്ഞിരിക്കുന്ന എക്സ്റ്റേണൽ ഫോഴ്സിനെ പറ്റിയും ഇൻറ്റേർണൽ ഫോഴ്സിനെ പറ്റിയുമാണ്. ഈ താഴെ ഒരു ചിത്രം കൊടുത്തിരിക്കുന്നുണ്ടോ? ആ ചേട്ടൻ എന്താ ചെയ്തേ? ആ പിക്കപ്പ് വാനിൽ കയറി നിന്നിട്ട് തള്ളുകയാണ്. അങ്ങനെ തള്ളിയാൽ ആ വണ്ടി നീങ്ങുമോ? ഇല്ല. എന്ത് ചെയ്യണം? പിക്കപ്പ് ആനയിൽ നിന്ന് ഇറങ്ങി താഴെ നിന്നിട്ട് ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ വണ്ടി നീങ്ങും. അതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അകത്തിരുന്ന് തള്ളിക്കൊണ്ടിരുന്ന വെറുതെ തള്ളത്തേ ഉള്ളൂ, നീങ്ങത്തില്ല. പുറത്തിറങ്ങിയിരുന്നാൽ തള്ളണം. അതാണ് ഇവിടെ ചോദിച്ചിരിക്കുക. ഒബ്സർവ് വിത്ത് ദ ഫിഗർ. ഇത് നോക്കാനാണ് പറഞ്ഞത്. ക്യാൻ എ വെഹിക്കിൾ മൂവ് ഇഫ് പുഷ്ഡ് ഫ്രം ഇൻസൈഡ്? ഇൻസൈഡിൽ നിന്ന് ചെയ്താൽ പറ്റുമോ? ഇല്ല. ഇൻറ്റേർണൽ ഫോഴ്സ് അതൊരു ഇൻറ്റേർണൽ ഫോഴ്സാണോ? ഓൾ ഇൻറ്റേർണൽ ഫോഴ്സ് ആർ ബാലൻസ്ഡ് ഫോഴ്സ് എന്താണ്? മൂവ് ചെയ്യുകയില്ല. അപ്പോൾ ഓൾ ഇൻറ്റേർണൽ ഫോഴ്സ് ആർ ബാലൻസ്ഡ്. എല്ലാ ഇൻറ്റേർണൽ ഫോഴ്സും ബാലൻസ്ഡ് ആയിരിക്കും. അതായത് അതിന് ആ ഒബ്ജക്റ്റിനെ ചലിപ്പിക്കാൻ കഴിയുകയില്ല. ഇപ്പോൾ നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും കൂടെ കൂടിയിട്ടാണ് അടുത്ത ഫിഗർ കൊടുത്തിരിക്കുന്നത്. ഫോഴ്സിനെ എത്രയായിട്ട് തിരിക്കാം? എക്സ്റ്റേണൽ ഫോഴ്സ് എന്നും ഇൻറ്റേർണൽ ഫോഴ്സ് എന്നും തിരിക്കാം. എക്സ്റ്റേണൽ ഫോഴ്സിനെയോ ബാലൻസ്ഡ് ഫോഴ്സ് എന്നും ബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്നും അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്നും തിരിച്ചു. അപ്പോൾ ഈ ബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സിൽ എന്തെങ്കിലും ചേഞ്ച് വരുമോ? റെസ്റ്റിലിരിക്കുന്ന ഒരു വസ്തുവിന് എന്തെങ്കിലും ചേഞ്ച് വരുമോ? ഇല്ല. കാൺ ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ ഓഫ് ദി ഒബ്ജക്റ്റ്. പക്ഷേ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആണെങ്കിലോ? അൺബാലൻസ്ഡ് ആണെങ്കിൽ എപ്പോഴും അത് മൂവ് ചെയ്യും. സ്റ്റേറ്റിന് മാറ്റം വരാം, അതിൻ്റെ ഡയറക്ഷൻ മാറാം, അതിൻ്റെ സ്പീഡ് മാറ്റം വരാം. അപ്പോൾ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് എല്ലാം എന്താണ്? ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് ദി റെസ്റ്റ് ഓർ മോഷൻ ഓഫ് ദി ഒബ്ജക്റ്റ്. ഇനി ഇൻറ്റേർണൽ ഫോഴ്സോ? ഇൻറ്റേർണൽ ഫോഴ്സ് എന്താണെന്നാണ് നമ്മളിപ്പോൾ പഠിച്ചത്? ബാലൻസ്ഡ് ഫോഴ്സാണ്. അതൊരിക്കലും ഒരു ഒബ്ജക്റ്റിന് മാറ്റം സംഭവിക്കുകയില്ല. അപ്പം ഇൻറ്റേർണൽ ഫോഴ്സ് ഏതാണ്? ബാലൻസ്ഡ് ഫോഴ്സാണ്. അത്
കാണ്ട് ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ ഓഫ് ദി ഒബ്ജക്റ്റ്. ഒരിക്കലും മാറ്റാൻ കഴിയുകയില്ല. ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഈ ഫോഴ്സ് ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ ഈസ് കൺസിഡർഡ് ആസ് പോസിറ്റീവ്. ഫോഴ്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഈസ് നെഗറ്റീവ്. ഒരു സൈഡ് പോസിറ്റീവായിട്ട് എടുത്താൽ അടുത്ത സൈഡ് നെഗറ്റീവായിട്ട് എടുക്കണം. ഫോഴ്സ് എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അടുത്ത എന്താ പഠിച്ചത്? വാട്ട് ഈസ് റിസൾട്ടൻറ്റ് ഫോഴ്സ്? എന്താണ് റിസൾട്ടൻറ്റ് ഫോഴ്സ്? വെൻ മോർ ദാൻ വൺ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ ആൻ ഒബ്ജക്റ്റ് അറ്റ് ദ സെയിം ടൈം ദ സം ഓഫ് ദി ഫോഴ്സ് ഈസ് ആക്ടിങ് ഓൺ ദ ഒബ്ജക്റ്റ് വിൽ ബി ദ എഫക്റ്റീവ് ഫോഴ്സ് ഓർ റിസൾട്ടൻറ്റ് ഫോഴ്സ്. ഒരു വസ്തുവിലേക്ക് ഒന്നിലധികം ബലങ്ങൾ ഒരേ സമയത്ത് പ്രയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ സമ്മിനെയാണ് എന്ത് പറയുന്നത്? റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. നമ്മളിപ്പം അതിൻ്റെ കാൽക്കുലേഷൻ നിങ്ങൾ പഠിച്ചായിരുന്നു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മൈനസ് ചെയ്തിട്ട് അതെത്രയാണെന്ന് വെച്ചാൽ എഴുതുക. അതാണ് റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ പഠിച്ചത് എന്താണ്? ബാലൻസ്ഡ് ഫോഴ്സ്. ബാലൻസ്ഡ് ഫോഴ്സിൻ്റെ റിസൾട്ടൻറ്റ് ഫോഴ്സ് എത്രയാണ്? ബാലൻസ്ഡ് ഫോഴ്സിൽ റിസൾട്ടൻറ്റ് ഫോഴ്സ് എത്രയാണ് വരുന്നത്? 0 ആയിരിക്കും. അതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 0 ആയിരിക്കും വരും. ബാലൻസ്ഡ് ഫോഴ്സിൽ എന്തെങ്കിലും മാറ്റം വരുമോ? ഇല്ല. ബാലൻസ്ഡ് ഫോഴ്സ് ചലിക്കത്തില്ല. അൺബാലൻസ്ഡ് ഫോഴ്സ് എന്താണ്? അതിന് ഒരു വാല്യൂ, റിസൾട്ടൻറ്റ് ഫോഴ്സ് എപ്പോഴും ഒരു വാല്യൂ ഉണ്ടാവും. അതായത് നോട്ട് 0, അത് 0 ആയിരിക്കില്ല. അതെന്ത് ചെയ്യും? മൂവ് ചെയ്യും, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. അതായത് ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാൻ സഹായിക്കുന്നത് എന്താണ്? അൺബാലൻസ്ഡ് ഫോഴ്സാണ്. പിന്നെ എന്നാ പഠിച്ചത്? ഇൻറ്റേർണൽ ഫോഴ്സും എക്സ്റ്റേണൽ ഫോഴ്സും പഠിച്ചു. എന്താണ് ഇൻറ്റേർണൽ ഫോഴ്സ്? ഫോഴ്സ് അപ്ലൈഡ് ഫ്രം ഇൻറ്റേർണൽ ഒബ്ജക്റ്റ്. എക്സ്റ്റേണൽ ഫോഴ്സ് എന്താണ്? ഫോഴ്സ് അപ്ലൈഡ് ബൈ എക്സ്റ്റേണൽ സോഴ്സ്. അവർ പുറത്തു നിന്ന് ബലം കൊടുക്കുന്നതാണ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇത്രയും കൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ദിവസം തന്നെ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് മനസ്സിലാവുകയും ഇഷ്ടപ്പെടുകയുമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.